അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, സുഖം തന്നെയാണല്ലേ? ഓക്കെ, എത്രാമത്തെ നോമ്പായി? 21ാമത്തെ നോമ്പും നോറ്റിട്ടുള്ള കുട്ടികൾ ആരൊക്കെയാണ്? അവരൊക്കെ ഒന്ന് പേരെഴുതുക. ഓക്കെ, കുറേ കുട്ടികൾ പല രോഗങ്ങൾ കാരണം ചില നോമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാ അടുത്ത റമദാനിൽ ഏറ്റവും നല്ല രീതിയിൽ ഇൻഷാ അല്ലാ പൂർണ്ണമായും നോക്കാൻ ഇൻഷാ അല്ലാ ശ്രദ്ധിക്കുക. ഓക്കെ, ഏതായാലും 21ാമത്തെ നോമ്പ്, ഇന്നത്തെ നോമ്പ് നോറ്റിട്ടുള്ള കുട്ടികൾ ഇൻഷാ അല്ലാ കമൻറ്റ് ചെയ്യുക. മാഷാ അല്ലാ, ഒരുപാട് കുട്ടികൾ 21ാമത്തെ നോമ്പ് നോറ്റിട്ടുണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ, ബാറക്കല്ലാ, സന്തോഷം. ഓക്കെ, ഇപ്പം നമ്മളെ വ്യൂസൊക്കെ കുറയുന്നുണ്ട്. ചില കുട്ടികളൊന്നും ഇപ്പോൾ കാണുന്നില്ലേ? റമദാൻ ക്വസ്റ്റിൻ്റെ അതിനോടുള്ള ഒരു താല്പര്യമൊക്കെ പോയോ? ഏതായാലും നമ്മളെ എക്സാമൊക്കെ കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ട് മാർക്കൊക്കെ? ഓരോരുത്തരൊന്ന് കമൻറ്റ് ചെയ്താട്ടെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ മാർക്കൊക്കെ? QVP മാർക്ക് മാഷാ അല്ലാ, ബാറക്കല്ലാ. ഏതായാലും 40 മാർക്കിന് മുകളിൽ കിട്ടിയാലാണ് ഇൻഷാ അല്ലാ അവർ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഇൻഷാ അല്ലാ ജില്ലാ തലത്തിലായിരിക്കും അവർക്ക് പിന്നെ എക്സാം ഉണ്ടാകുക. ഇൻഷാ അല്ലാ അതിൻ്റെ സിലബസ് ഏതാണ്? നമ്മളെ റമദാൻ ക്വസ്റ്റാണ് അല്ലേ? അതെല്ലാവർക്കും അറിയും. ഇൻഷാ അല്ലാ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവും. സൂറത്തുൽ മുൽക്ക് ഹിഫ്ള് ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാ അവർക്ക് കാത്തിരിക്കുന്നത് എന്താണ്? വലിയ വലിയ സമ്മാനങ്ങളാണ്. 50,000 രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ ജൂനിയേഴ്സിന് ഇൻഷാ അല്ലാ അവരുടെ കട്ട് ഓഫ് ചിലപ്പം 40 ആകാൻ സാധ്യതയില്ല, അതിൽ കുറയാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വരും. ഇൻഷാ അല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക? താഴെ നമ്മുടെ ലിങ്ക് ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിന്നും കയറുക കേട്ടോ. ഇൻഷാ അല്ലാ ശ്രദ്ധിക്കുക. ഏതായാലും നമ്മുടെ ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിക്കല്ലേ? റെഡിയല്ലേ? റെഡിയാണെന്ന് പറയുന്ന കമൻറ്റ് ചെയ്യ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. പിന്നെ ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ ചില കുട്ടികൾക്കൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു അശ്രദ്ധ കാരണമായിരിക്കാം കുറഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെയുള്ള കുട്ടികൾക്കും സമ്മാനമുണ്ട്. ഇൻഷാ അല്ലാ ഈ റമദാൻ ക്വസ്റ്റ് അവസാനം വരെ എല്ലാ വീഡിയോക്കും താഴെ കമൻ്റ് ഇടുക, ചോദിച്ചതിന് ഉത്തരം എഴുതുക, ഒക്കെ ചെയ്യുന്നതോടുകൂടി ഇൻഷാ അല്ലാ അവസാനമായി നമ്മുടെ ബാലവേദി കുട്ടികൾക്ക് വേണ്ടി വിസ്ഡം ബാലവേദി ടീം വലിയൊരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ അവസാന ദിവസം വരെ ഈ റമദാൻ ക്വസ്റ്റ് നിങ്ങൾ കാണണം, കമൻറ്റ് ചെയ്യണം, അതിൽ പറഞ്ഞ നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂലേ? മാഷാ അല്ലാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഏതായാലും സന്തോഷം. നമ്മുടെ ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുകയാണ്, നമ്മൾ ലൈലത്തുൽ ഖദറിലേക്ക്, അതിൻ്റെ അവസാനത്തെ റമദാനിലെ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണല്ലോ നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ രാത്രികളിലാണ്, ഏതെങ്കിലും ഒരു രാത്രി ആയിരിക്കും ലൈലത്തുൽ ഖദർ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണുന്നൊരു ദിവസം, ആ ഒരു രാത്രിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രവാചകരെ? എന്താണ് ചൊല്ലേണ്ടത്? എന്താണ് പ്രാർത്ഥിക്കേണ്ടത് പ്രവാചകരെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്ദരമായിട്ടുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്ന പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, നീ പൊറുക്കുന്നവനാണ്, നീ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ. നല്ല സുന്ദരമായിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലേ? അപ്പോൾ അള്ളാഹിനോട് ഈ ഒരു പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക?
നമ്മളും പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാ. അടുത്തതായി നമ്മൾ ഹിഫ്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ഹിഫ്ളാക്കണം കേട്ടോ. പറയുന്നത് ഓതുന്നത് കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ ഓതുക, അപ്പം തന്നെ ഹിഫ്ളാക്കുക, സ്റ്റാർ കളർ കൊടുക്കുക. وأسروا قولكم أو اجهروا به إنه عليم بذات الصدور وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير ألا يعلم من خلق وهو اللطيف الخبير. ഓക്കെ, മാഷാ അല്ലാ. അതിസുന്ദരമായി നമുക്ക് പഠിപ്പിച്ചു തന്നു അല്ലേ ആയത്തുകൾ. നിങ്ങൾ കേട്ടോ, പഠിച്ചോ? ഇപ്പം തന്നെ പഠിച്ചവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ആയത്തുകൾ, ഈ 2 ആയത്തുകൾ 13ഉം 14ഉം ആയത്തുകൾ ഹിഫ്ളാക്കിയവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാ. ഇന്നത്തെ റമളാൻ ഡെയിലി സ്ട്രീക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്, ചെയ്യാനുള്ളത് പോയിൻ്റ് എഴുതിക്കോളിട്ടോ. നമുക്ക് ചെയ്യാനുള്ളത് ഇന്ന് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മinnക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ഈ ഒരു പ്രാർത്ഥന ഹിഫ്ളാക്കിയവരെന്ത് ചെയ്യുക? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? ചില കുട്ടികൾക്ക് അറിയുണ്ടാവില്ല. ഇതൊരു 5-6 തവണ വായിച്ചാൽ തന്നെ നമുക്ക് ഹിഫ്ളാക്കാൻ കഴിയും. എന്നിട്ട് ഹിഫ്ളാക്കിയതിന് ശേഷം പോയിൻ്റ് ഇടുക ഇൻഷാ അല്ലാ. അല്ലാഹു ഖൈറാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.